പിന്നെ എന്റെ ഈ മാസത്തെ മെസ്സിന്റെ പൈസ ഓക്കെ. എനിക്ക് നാളെ മുതൽ ഇനി മെസ്സ് വേണ്ടട്ടാ. അതെന്ത് പറ്റി? എന്താ മെസ്സ് നിർത്തുന്നത്? നാട്ടിൽ പോവാ? നാട്ടിൽ പോകുന്നല്ല, ഭക്ഷണം തീരെ നിങ്ങൾ പോരാ, അതുകൊണ്ട് നിർത്താന്ന് വിചാരിച്ചില്ല. നിങ്ങൾ അങ്ങനെ ഒഴിവാവല്ലേ? നമുക്ക് മെസ്സ് ഉഷാറാക്കാം, ശരിയാക്കി തരാം. നിങ്ങൾ കുറെ ആയിക്കണം ശരിയാക്കൽ തുടങ്ങിയിട്ട്. നിങ്ങൾ ശരിയായിട്ട് വിളിക്കി. അതൊക്കെ ഇവിടെ മെസ്സുണ്ടാ? മെസ്സ് ഉണ്ടല്ലോ. നാളെ മുതലിട്ടാ. ഓക്കെ. നിങ്ങൾ ആദ്യം എവിടെ ഭക്ഷണം കഴിച്ചിരുന്നു? ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലുണ്ടല്ലോ, മറ്റേ ആ റോഡിന്റെ ലാസ്റ്റ്. അവിടെ എന്ത് നിർത്താൻ കാരണം? ഒന്നും പറയണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കലേ. എന്താ ഇത് പ്രശ്നം? എന്താ? ഫുഡ് 5 കായ്ക്കില്ല തന്നെ, പൈസ കൊടുത്ത് തിന്നണല്ലേ. 5 കായ്ക്കില്ല 5 കായ്ക്കില്ല, കുറെ ദിവസമായിരിക്കും നേരാക്കി തരാറുണ്ട്. ഇതുവരെ അയാൾ നേരാക്കി തന്നില്ല. ശരി. അതെ, ആരും മെസ്സിന്റെ കുഴപ്പമില്ല, സ്ഥിരമായിട്ട് കഴിക്കണതിന്റെ ഒരു പ്രശ്നമാണ്. കാരണം സ്ഥിരമായിട്ട് ഒരു ഫുഡ് തന്നെ ഒരാൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ആർക്കാരും അടുത്ത് പോകൂലേ? ഇപ്പൊ തന്നെ കുറച്ച് നേരത്തെ ഇപ്പോൾ ഒരാൾ ഇവിടെ വന്നിട്ട് നിങ്ങളെ മെസ്സ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പൈസ തന്നുകൊണ്ട് പോയി. ചോദിച്ചപ്പോൾ പറയാം നിങ്ങളെ മെസ്സ് മോശമാണ്. ഇപ്പൊ തൊട്ട വേക്ക് നിങ്ങളിവിടെ വന്നും ചെയ്തു. അത് അവരുടെ പേരും കുഴപ്പമൊന്നുമില്ലടാ, അത് തബ്ബാക്കിന്റെ കുഴപ്പാ. എൻ്റെ മെസ്സിന്റെ പൈസ പിന്നെ നാളെ മുതൽ 3 നേരം വേണ്ട, 2 നേരം മതി. 3 നേരമുള്ള മെസ്സ് ഇപ്പൊ 2 നേരമാക്കി. പൈസ കഴിഞ്ഞിട്ടാണോ? പൈസ കാര്യമൊന്നുമല്ലേ, മെസ്സ് കഴിച്ചത് 3 നേരം മെസ്സ് കഴിച്ച് തടി നല്ല കൂടി, അത് 2 നേരം മതി, വേറെ ഒന്നും അല്ല. ഓക്കെ, ആകെ കുടുങ്ങിയല്ലോ ഇപ്പൊ മനസ്സിലായി. ഒരാൾക്ക് മെസ്സ് മോശമായിട്ട് പറഞ്ഞിട്ട് ഒരാൾക്കാർ, വേറെ കുറച്ച് ആൾക്കാർ മെസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് വരണി, വേറെ അടുത്തതപ്പോൾ തടി കൂടിയെന്നും പറഞ്ഞും കണ്ട് വരണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും?